ഇതാണ് നമ്മുടെ സഞ്ചാരികളുടെ പറുദീസയായ മൂന്നാർ. ആദ്യമായി മൂന്നാറിലെത്തുന്നവർക്ക് ഒരു കിടിലൻ യാത്രാ അനുഭവമാണ് മൂന്നാർ KSRTC ഡബിൾ ഡെക്കർ ബസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. അതെ, ഇനി നമുക്കും മൂന്നാറിന്റെ സൗന്ദര്യം നേരിട്ട് ആസ്വദിക്കാം. സാർ, ഇതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെ? എല്ലാ ദിവസവും 3 ട്രിപ്പ് വെച്ചാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നടുവിൽ ആദ്യത്തെ രാവിലത്തെ ട്രിപ്പ് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 3 മണിക്കൂർ അപ്പ് ആൻഡ് ഡൗണും 3 മണിക്കൂർ പിന്നെ വരത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫോട്ടോ പോയിന്റ് ഇവിടെ സെൽഫി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഇവിടെ ബസ് 10 മിനിറ്റ് നേരം നിർത്തിയിടും. അടിപൊളി. ഉച്ചൻ്റെ ടൈമിൽ അതിൻ്റെ മുകളിൽ ഇരിക്കുക നല്ല ചൂടായിരിക്കും. ഇങ്ങനെ ചക്രമുടിക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു സൈറ്റ് കണ്ടപ്പോൾ ഇവിടെ ബസ് നിർത്തി. മലയക്കള്ളൻ ഗുഹ ഇതുപോലുള്ള ടൂറിസ്റ്റ് സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ എത്ര ആൾക്കാർക്കാണ് തൊഴിൽ കിട്ടുന്നതില്ലേ? ഇവിടെ കരിക്ക് നല്ല രീതിയിൽ ആൾക്കാർ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഈ തേയിലക്കാട്ടിൻ്റെ ഇടയിൽ വെച്ച് നമുക്ക് ഫോട്ടോസ് എടുക്കാം. ആനയിറങ്ങൽ ഡാമിൻ്റെ അവിടെ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടി ഇവിടെയാണ് ആനയിറങ്ങൽ ഡാം. നല്ല ഊരുവെള്ളം കിട്ടും. നമ്മുടെ ആനയിറങ്ങൽ ഡാമിൻ്റെ പരിസരം വരെ വന്ന് ഇവിടെ നമ്മുടെ വണ്ടി തിരിച്ചു പോകും. മൂന്നാറിലെ KSRTC സ്റ്റാൻഡിൽ നിന്നും രാവിലെ 9 പുറപ്പെട്ട് 12 മണിയാകുമ്പോഴേക്ക് ആദ്യ ട്രിപ്പ് തിരിച്ചെത്തും. രണ്ടാമത്തെ ട്രിപ്പ് 12:30 പുറപ്പെട്ട് 3:30 ആകുമ്പോഴേക്ക് തിരിച്ചെത്തും. അവസാന ട്രിപ്പ് 4 ആരംഭിച്ച് വൈകുന്നേരം 7 മണി ആകുമ്പോഴേക്ക് മൂന്നാറ് തിരിച്ചെത്തും. താഴത്തെ നിലയിൽ ഇരിക്കാൻ വെറും 200 രൂപ. എന്നാൽ നേരെ മുകളിലത്തെ നിലയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 400 രൂപ കൊടുക്കേണ്ടി വരും. താഴെ 12 പേർക്ക് ഇരിക്കാൻ സാധിക്കുമ്പോൾ മുകൾ നിലയിൽ 38 പേർക്ക് ഇരിക്കാം. 3 മണിക്കൂറാണ് ഓരോ ട്രിപ്പിന്റെയും സമയ ദൈർഘ്യം. ലോക്ക്ഹാർട്ട് വ്യൂ പോയിന്റ്, മലയക്കള്ളൻ ഗുഹ, ആനയിറങ്ങൽ ഡാം ഇങ്ങനെ 3-4 സ്ഥലങ്ങളിലേക്ക് ഈ ഡബിൾ ഡെക്കർ ബസ് നമ്മെ കൊണ്ടുപോകും. ആദ്യമായി വരുന്ന സഞ്ചാരികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു യാത്രാ അനുഭവമാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സിലെ യാത്ര. മൂന്നാറിലെ വശ്യ മനോഹരമായ ആ സൗന്ദര്യം നമ്മൾ ഒരുപാട് കണ്ടു കാണും. എന്നാൽ നമുക്കിതൊരു വലിയ സംഭവമായി തോന്നുകയില്ല. 400 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ അതൊരു നഷ്ടം തന്നെ ആയിരിക്കും. അതിനാൽ തന്നെ നിങ്ങൾ ഫാമിലിയുമായി വരികയാണെങ്കിൽ 200 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മാത്രം മതി. ഉച്ചയുടെ സമയത്തെ യാത്രയ്ക്ക് നിങ്ങൾ 400ന്റെ ടിക്കറ്റ് എടുത്ത് മുകളിൽ കയറിയാൽ ശരിക്കും വെയിൽ കൊണ്ട് ബുദ്ധിമുട്ടായി മാറും. രാവിലത്തെ ട്രിപ്പിലും അതുപോലെ ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രിപ്പിലും മുകളിൽ കയറിയാൽ അധിക സമയം കോട വന്നെത്തുന്നതിനാൽ കാഴ്ചകൾ അത്ര കണ്ട് രസവും ആവുകയില്ല. ഉച്ചത്തെ ട്രിപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഭക്ഷണം വേണ്ട രീതിയിൽ കഴിക്കുക. പോകുന്ന വഴിക്ക് വെള്ളവും കരിക്കും ചെറിയ കടികളും മാത്രമേ കിട്ടുകയുള്ളൂ. തിരിച്ച് മൂന്നാറിലെത്തുമ്പോൾ 3 മണിയാകും. കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയിലൂടെയാണ് ഈ യാത്ര. നല്ല റോഡാണെങ്കിലും വളരെ പതുക്കെയാണ് നമ്മുടെ ബസ് സഞ്ചരിക്കുക. അതിനാൽ തന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല സുഖമാണ്. ടിക്കറ്റിനായി ഓൺലൈൻ KSRTC swift.com നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. 1 മണിക്കൂർ നേരത്തെ നിങ്ങൾ KSRTC സ്റ്റാൻഡിലെത്തിയാൽ അവിടെ വെച്ചും നിങ്ങൾക്ക് ടിക്കറ്റ് വാങ്ങിക്കാം. സ്ഥലം ആ കാണുന്ന ചക്രമുടിയിലേക്കാണ്
പോകുന്നത്. പോയി നോക്കാം, അടിപൊളിയായിരിക്കും. സാറ് ഇതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെ? എല്ലാ ദിവസവും 3 ട്രിപ്പ് വെച്ചാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിലവിൽ അതിൻ്റെ രാവിലത്തെ ട്രിപ്പ് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 3 മണിക്കൂർ അപ്പ് ആൻഡ് ഡൗണും 3 മണിക്കൂർ പിന്നെ വരത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ട്രിപ്പ് 12:30 സ്റ്റാർട്ട് ചെയ്യും. മൂന്നാമത്തെ ട്രിപ്പ് 4 മണിക്ക്. അങ്ങനെ 3 ഷെഡ്യൂളുകളാണ് ഇപ്പോൾ നിലവിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പൈസയുടെ താഴെ മേളിലത്തെ നിലവിൽ യാത്ര ചെയ്യുന്നതിന് ഒരാൾക്ക് 400 രൂപയും അടിയിൽ 200 രൂപയും അങ്ങനെയാണ് ഇപ്പോൾ റേറ്റ് ഫിക്സ് ചെയ്തത്. ഇതിന് ടിക്കറ്റുകൾ നമുക്ക് ഓൺലൈനായിട്ട് KSRTCയുടെ സൈറ്റിൽ തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. അല്ലാണ്ട് നമുക്ക് കൗണ്ടറുകളിലും ബുക്ക് ചെയ്യാം. 1 മണിക്കൂർ നേരത്തെ വന്നാലേ നമുക്ക് ബുക്ക് ചെയ്യാം. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ. नीचे बचा के ठीक है आ जाओ നല്ല